എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ ജെ.ജെക്കില്ലേ കള്ളിങ് ഗെയിം എന്താണെന്നും അതിൻ്റെ പിന്നിലെ മാസ്റ്റർ മൈൻഡ് ആരാണെന്നും അയാളുടെ ശരിക്കത്തെ ലക്ഷ്യം ഈ ഒരു കള്ളിങ് ഗെയിമിംഗ് കൊണ്ടുള്ള ശരിക്കത്തെ ലക്ഷ്യം എന്താണെന്നും കൂടി എന്നാണ് പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ ആർക്കായിട്ടുള്ള പെർഫെക്റ്റ് സിറ്റുവേഷൻ ആർക്കാണ്. സോ ഈ ഒരു ആർക്കിൽ ആദ്യം 3 ചാപ്റ്റേഴ്സ് പെടുന്ന, അതായത് നമ്മുടെ 144, 145 ആൻഡ് 146 ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ കള്ളിങ് ഗെയിമാണ് മെയിനായിട്ട് പറയുന്നത്. സോ ഈ ഒരു കള്ളിങ് ഗെയിം നിങ്ങൾക്ക് എന്താണെന്ന് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയില്ലെങ്കിൽ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കള്ളിങ് ഗെയിമിൻ്റെ മെയിൻ മാസ്റ്റർ മൈൻഡ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെറ്റോൻ്റെ ബോഡിയിലുള്ള കെഞ്ചാക്കോണ്. സോ ഈ ഒരു കള്ളിങ് ഗെയിം കൊണ്ട് നമ്മുടെ കെഞ്ചാക്കോന് എന്തൊക്കെ നേടാൻ പറ്റും? സോ മെയിൻ ഈ ഒരു കള്ളിങ് ഗെയിമിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജപ്പാനിലുള്ള എല്ലാ ഹ്യൂമാനിറ്റീൻ്റെയും എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്തിട്ട് എവോളിപ്പിക്കുക. സോ മെയിൻ എവല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീങ്സിനെല്ലാം ഒരു കേഴ്സ്ഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു കേഴ്സ് എനർജി ഫോർമാറ്റിലാക്കാം. സോ എത്രയോളം ഹ്യൂമാനിറ്റീനെ ഇവർക്ക് ഒരു കേഴ്സ് എനർജി ഫോർമാറ്റിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു കേഴ്സ് എനർജി കൊണ്ട് ഇവർക്ക് എന്ത് വേണമെങ്കിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ കെഞ്ചാക്കുവിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. ബട്ട് അതിനൊരു കുഴപ്പമുണ്ട്. സോ ഓരോരുത്തരായിട്ട് ഓരോരോ ഇൻഡിവിജ്വൽ ഹ്യൂമൻസിനെ ആയിട്ട് ഇവർക്ക് ഒരു കേഴ്സ് എനർജി ആക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, അതുപോലെ തന്നെ ഒരുപാട് കേഴ്സ് എനർജി വേണം. സോ അതിന് പകരമായിട്ടാണ് നമ്മുടെ കെഞ്ചാക്കു നമ്മുടെ ടെങ്കൻ ലോഡ് ടെങ്കനായിട്ട് ഹ്യൂമാനിറ്റി ആയിട്ട് മെർജ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ എല്ലാ ഹ്യൂമാനിറ്റീസിലുള്ളതിനും കേഴ്സ് എനർജി ഫോർമാറ്റിലാക്കാൻ സാധിക്കും. ബട്ട് അതിന് ഒരുപാട് കേഴ്സ് എനർജീൻ്റെ ആവശ്യമുണ്ട്. സോ ആ ഒരു കേഴ്സ് എനർജി എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് വൈ നമ്മുടെ ഒരു കെഞ്ചാക്കു ഈ ഒരു കള്ളിങ് ഗെയിമിന് തുടങ്ങിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു കള്ളിങ് ഗെയിം മെയിൻ നമ്മുടെ ജപ്പാനിലെ 10 കോളനിയിൽ ഒരു ബാരിയർ ഫോം ചെയ്തിട്ടാണ് നടക്കുന്നത് തന്നെ. സോ ഈ ഒരു കള്ളിങ് ഗെയിമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിൻ്റെയും കേഴ്സ് എനർജി ഈ ഒരു ബാരിയർ സക്ക് ചെയ്തെടുക്കും എന്ന് പറയാം. സോ ഈ ഒരു കേഴ്സ് എനർജി അൺലിമിറ്റഡ് ഓഫ് കേഴ്സ് എനർജി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു റിച്വൽ ഈ ഒരു മെർജിങ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് തന്നെ നടക്കുന്നതെന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ എല്ലാ ഹ്യൂമാനിറ്റിനെയും നമ്മുടെ കെഞ്ചാക്കുവിനെ ഒരു കേഴ്സ് എനർജി ഫോർമാറ്റിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മുടെ കെഞ്ചാക്കു ഈ ഒരു കള്ളിങ് ഗെയിം തുടങ്ങിയിട്ടുള്ളതെന്ന്. പിന്നെ നമ്മുടെ കെഞ്ചാക്കിന് ഈ ഒരു ടെങ്കനായിട്ട് മെർജ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗെറ്റോൻ്റെ ബോഡിയാണ് ഫസ്റ്റ് പ്ലേസിൽ ആവശ്യമുള്ളത്. സോ നമ്മുടെ ഗെറ്റോൻ്റെ എന്തുണ്ട്? കേഴ്സ് സ്പിരിറ്റ് മാനിപ്പുലേഷൻ എന്ന കേഴ്സ് ടെക്നിക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ കെഞ്ചാക്കു നമ്മുടെ ഗെറ്റോൻ്റെ ബോഡി അച്ചീവ് ചെയ്തു. സോ രണ്ടാമതായിട്ട് നമ്മുടെ കെഞ്ചാക്കുവിന് നമ്മുടെ ഈ ഒരു ഗോജോനെ സീൽ ചെയ്യണം. സോ ഒബ്വിയസ്ലി ഗോജോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു കള്ളിങ് ഗെയിമോ വേറെ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മുടെ ഗോജോനെ സീൽ ചെയ്തു. മൂന്നാമതായിട്ട് നമ്മുടെ കെഞ്ചാക്കുവിന് വേണ്ട ഒരു കാര്യം പറയുന്നതാണ് നമ്മുടെ മഹിറ്റോൻ്റെ കേസ് ടെക്നിക്കായിട്ടുള്ള ഐഡിയൽ ട്രാൻസ്ഫിഗറേഷൻ. പിന്നെ നിങ്ങളെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ട് നമ്മുടെ ടെങ്കനെ ഈ ഒരു കെഞ്ചാക്കു ആയിട്ടുള്ള മെർജിങ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ലെന്ന്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 12 വർഷം മുമ്പ് നമ്മുടെ ഈ ഒരു ടോജി വന്നിട്ട് നമ്മുടെ ഈ സ്റ്റാർ പ്ലാസ്മ വെസലായിട്ടുള്ള അവനേറക്കുവിനെ കൊന്നുകളയുണ്ട്. സോ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു ടെങ്കൻ്റെ മെർജിങ് സാധിച്ചില്ല അവനേറക്കുമായിട്ട്. സോ ഇപ്പോൾ നമ്മുടെ ടെങ്കൻ ഓൺ ബോഡി തന്നെയാണ് മെർജ് ചെയ്ത് കളിക്കുന്നത്. സോ മറ്റു ബോഡിയും അതുപോലെ തന്നെ സ്വന്തം ബോഡിയിൽ ഇവോൾവ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കെഞ്ചാക്കുമായിട്ടുള്ള മെർജിങ് ടെങ്കൻ എന്നാലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. പിന്നെ നിങ്ങൾ എടുത്തറിയുന്നതാണ് ഈ ഒരു കള്ളിങ് ഗെയിമിൽ വരുന്ന 8ഓളം വരുന്ന റൂൾസ്. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് റൂൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കേഴ്സ് ടെക്നിക്കുള്ള ആളാണെങ്കിലും നമ്മളൊരു കള്ളിങ് ഗെയിമിൽ വിത്തിൻ 19 ദിവസത്തിനുള്ളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. രണ്ടാമത്തെ റൂൾ പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് റൂൾ തന്നെ തെറ്റിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ കേഴ്സ് ടെക്നിക്ക് അപ്പം തന്നെ റിമൂവ് ചെയ്യും. സോ ഈ ഒരു കേഴ്സ് ടെക്നിക്ക് റിമൂവ് എന്ന് പറഞ്ഞാൽ ഏതൊരു ബ്രെയിനുള്ള കേഴ്സ് ടെക്നിക്കുള്ള ആളാണെങ്കിൽ അപ്പം തന്നെ സ്പോട്ടിൽ മരിക്കും. പിന്നെ ഈ ഒരു കാര്യം നമ്മുടെ മാക്കിക്ക് ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം നമ്മൾ മാക്കി പറയുന്നത് കേഴ്സ് ടെക്നിക്കും അതുപോലെ തന്നെ കേഴ്സ് എനർജി ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. സോ മൂന്നാമത്തെ റൂൾ നോക്കുകയാണെങ്കിൽ നോൺ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഏതൊരാളും ഈ ഒരു കള്ളിങ് ഗെയിമിൻ്റെ ബൗണ്ടറി കടന്ന് ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ അയാൾ അപ്പം തന്നെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ട് കണക്കാക്കുന്നതാണ് ഈ ഒരു ഗെയിമിൻ്റെ. നാലാമത്തെ റൂൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കള്ളിങ് ഗെയിമിലുള്ള പ്ലേയേഴ്സിനെ കൊന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പോയിന്റ് നേടാൻ സാധിക്കുള്ളൂ. അഞ്ചാമത്തെ പോയിന്റ്സും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അതിപ്പോൾ നോൺ സോഴ്സേഴ്സ് ആയിക്കഴിഞ്ഞാൽ അവനെ കൊന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റും, അതുപോലെ തന്നെ സോഴ്സേഴ്സിനെ കൊന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു കേഴ്സ്ഡ് സ്പിരിറ്റ് ആയാലും ഒരു കേഴ്സ്ഡ് ടെക്നിക്കുള്ള ഒരു പേഴ്സൺ ആയി കഴിഞ്ഞാൽ അവരിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് 5 പോയിന്റ് വരെ നേടാൻ സാധിക്കും. പിന്നെ ആറാമത്തെ പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കണക്കാക്കപ്പെടുന്നത്. അതായത് 100 പോയിന്റ് ഒരു പ്ലെയറിന് ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പുതിയൊരു റൂൾ തന്നെ ഈ ഒരു കള്ളിങ് ഗെയിമിൽ ആർക്കിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു 100 പോയിന്റ് കിട്ടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ 20 സോഴ്സസിനെ കൊല്ലണം, അല്ലെങ്കിൽ നോൺ സോഴ്സസ് ആയിട്ടുള്ള 100 തന്നെ കൊല്ലണം ഈ ഒരു പോയിന്റ് ലഭിക്കണമെങ്കിൽ. പിന്നെ ഈ ഒരു ആറാമത്തെ റൂൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു റൂള് ഈ ഒരു കള്ളിങ് ഗെയിമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഏഴാമത്തെ റൂൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സപ്പോസ് നിങ്ങൾ റൂള് ഈ ഒരു കള്ളിങ് ഗെയിമിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കും. സോ ഈ ഒരു കള്ളിങ് ഗെയിമിൽ തന്നെ ഗെയിം മാസ്റ്റർ ആയിരിക്കും ആ റൂള് ഡിറ്റർമിൻ ചെയ്തിട്ട് ആ ഒരു കള്ളിങ് ഗെയിമിലേക്ക് ഈ റൂൾ ആഡ് ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ എട്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് അതായത് ഈ ഒരു കള്ളിങ് ഗെയിമിലുള്ള ഏതൊരു പ്ലെയറിൻ്റെയും പോയിന്റ് ഒരിക്കലും 19 ദിവസം വരെ സെയിമായി നിൽക്കാൻ പാടില്ല. അതിപ്പോൾ സെയിമായി അയാൾ നിർത്തിക്കഴിഞ്ഞാൽ അയാളുടെ കേഴ്സ് ടെക്നിക്ക് അപ്പം തന്നെ റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ ഇതൊക്കെ എനിക്ക് കള്ളിങ് ഗെയിമിനെ പറ്റി പറയാനുള്ളത്.
സോ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കള്ളിങ് ഗെയിം എന്താണ്, അതിൻ്റെ റൂൾസും കാര്യങ്ങൾ എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ ഒരു മാങ്ക ഹോൾ JJK ഹോൾ മാങ്ക വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുവരെയും നന്ദി, നമസ്കാരം.